ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു അനുഭവമുണ്ട്. അതായത് കുറച്ച് കൊല്ലം മുമ്പ്, ഒരു 5-6 കൊല്ലം മുമ്പ്, ഞാനും ഒരു ഫ്രണ്ടായിട്ടുള്ള അനസും കൂടിയിട്ട് എൻ്റെ ഡിയോ സ്കൂട്ടറുമേ മൂന്നാർ പോയി. അങ്ങനെ മൂന്നാർ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരു വൈകുന്നേരം 7 മണിയൊക്കെ ആയി. അപ്പോൾ 3 വീടിയെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ ഇരിഞ്ഞാലക്കുടായിട്ട് 3 വീടിയിൽ എത്തിയിട്ട് പ്രിപ്പയർക്ക് വളഞ്ഞു പോകണം. 3 വീടിയത്ത് ഞങ്ങളൊരു കയ്പമംഗലൊക്കെ എത്തിയ സമയത്ത് ഒരു യൂണിക്കോൺകാരൻ ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കണം. അപ്പോൾ ഞാൻ നല്ല സ്പീഡിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇയാൾ ക്രോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇയാൾ പകുതി എത്തിയപ്പോൾ വണ്ടി നിർത്തി. എൻ്റെ ഫുൾ ബാലൻസ് പോയി. ഞാൻ നേരെ പോയിട്ട് ഇയാളുടെ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇടിച്ചു. എൻ്റെ വണ്ടി ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഞാൻ ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് ഉരഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഈ പറയാനായിട്ട് ഞാനിങ്ങനെ പിന്തിരിഞ്ഞ് നോക്കി, അനസിന് വല്ലതും പറ്റിയ പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ അനസ് ചാടി ഇതേ റോഡിൻ്റെ ആ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകാം. എന്നിട്ട് ഞാനിങ്ങനെ വണ്ടി ഇങ്ങനെ ഉറഞ്ഞുറഞ്ഞ് പോയിട്ട് രോഹിണി കണം എന്ന് പറഞ്ഞൊരു ബസ് വരുന്നുണ്ടായിരുന്നു. സ്റ്റോപ്പിൽ നിന്ന് എടുത്ത് കാരണം കൊണ്ട് വണ്ടി നിർത്താൻ പറ്റി. ഞാനങ്ങനെ ഉറഞ്ഞു പോയിട്ട് രോഹിണി കണ്ണം ബസ്സിൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ അവിടെ ഇങ്ങനെ കിടക്കുന്നു, ബസ്സിൻ്റെ ടയർ നോക്കിയിട്ട്. അവിടെ ഒരു സ്റ്റോപ്പുള്ള കാരണം കൊണ്ട് ആ വണ്ടി നിർത്താൻ പറ്റി. മറിച്ച് ആറ്റുപറമ്പത്ത് കൃഷ്ണ എന്ന് പറഞ്ഞ വണ്ടികളൊക്കെ ഉണ്ട്, വൈറ്റിലെ ഗുരുവായൂർ, ആ വണ്ടികൾക്കൊന്നും അവിടെ സ്റ്റോപ്പില്ല. അങ്ങനത്തെ ആ ബസ്സുകളാണ് വരികയാണെങ്കിൽ ഡിം എന്ന് പറഞ്ഞിട്ട് കഥ കഴിഞ്ഞാൽ അന്ന് തന്നെ. എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നു.